2026 ജൂലൈ 21 സിറാജ് എഡിറ്റോറിയൽ. വൈദ്യുതി പ്രതിസന്ധിക്ക് കാരണം ബോർഡിന്റെ പിടിപ്പുകേട്. സംസ്ഥാനത്ത് പവർ കട്ട് ഏർപ്പെടുത്തിയപ്പോൾ മഴക്കുറവ് പറഞ്ഞ് ന്യായീകരിക്കാനാണ് KSEB ശ്രമിച്ചത്. ഈ ന്യായീകരണത്തിന്റെ മുനയൊടിക്കുന്നതാണ് സംസ്ഥാന വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ വിലയിരുത്തൽ. കേരളത്തിലെ സമാനതകളില്ലാത്ത വൈദ്യുതി പ്രതിസന്ധിക്ക് കാലാവസ്ഥാ വ്യതിയാനവും മഴക്കുറവും മാത്രമല്ല, വൈദ്യുതി ബോർഡിന്റെ തലപ്പത്തിരിക്കുന്നവരുടെ ഭരണപരമായ വീഴ്ചകളും ദീർഘവീക്ഷണമില്ലായ്മയും കൂടി കാരണമാണെന്നാണ് കമ്മീഷന്റെ കണ്ടെത്തൽ. സംസ്ഥാനത്തെ ആഭ്യന്തര വൈദ്യുതി ഉൽപാദനത്തിന്റെ 70% ജല വൈദ്യുത പദ്ധതികളിൽ നിന്നായതിനാൽ മഴക്കുറവ് ഈ രംഗത്ത് പ്രതിസന്ധി ഉണ്ടാക്കുമെന്നത് വസ്തുതയാണെങ്കിലും മഴലഭ്യത ഓരോ വർഷവും കുറഞ്ഞു വരികയാണെന്നത് പുതിയ അറിവല്ല. കാലാവസ്ഥാ വ്യതിയാനം സൃഷ്ടിക്കുന്ന ഈ പ്രതിസന്ധി തരണം ചെയ്യാൻ പരിഹാരമാർഗം കണ്ടെത്തേണ്ടതും കൃത്യമായ പദ്ധതികൾ ആവിഷ്കരിക്കേണ്ടതും വൈദ്യുതി ബോർഡിന്റെ അടിസ്ഥാനപരമായ ബാധ്യതയാണ്. 200 മെഗാവാട്ട് വൈദ്യുതി വാങ്ങാനുള്ള കരാർ ഉറപ്പിച്ച ശേഷം ഇക്കാര്യത്തിൽ അന്തിമ അനുവാദം നൽകേണ്ട റെഗുലേറ്ററി കമ്മീഷനെ അറിയിക്കാൻ 2 ആഴ്ച വൈകിയതായി കമ്മീഷൻ ചൂണ്ടിക്കാട്ടുന്നു. ഇത്തരം ഗുരുതര വീഴ്ചകൾ ആവർത്തിക്കരുതെന്ന് KSEBക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട് കമ്മീഷൻ. വൈദ്യുതി നിയമ ഇലക്ട്രിസിറ്റി ആക്ട് പ്രകാരം ബോർഡ് ഒപ്പുവെക്കുന്ന ഏത് കരാറും റെഗുലേറ്ററി കമ്മീഷൻ പരിശോധിച്ച് ഉപഭോക്താക്കൾക്ക് അമിത സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. 200 മെഗാവാട്ട് വൈദ്യുതി വാങ്ങാനുള്ള കരാർ സംബന്ധിച്ച് കമ്മീഷനെ അറിയിക്കുന്നതിൽ വന്ന കാലതാമസം കാരണം കരാർ യഥാസമയം പ്രാബല്യത്തിൽ വരാതിരിക്കുകയും ആ സമയത്ത് വിപണിയിൽ ലഭ്യമായിരുന്ന കുറഞ്ഞ നിരക്കിലുള്ള വൈദ്യുതി കേരളത്തിന് നഷ്ടമാകുകയും ചെയ്തു. ഒടുവിൽ പ്രതിസന്ധി മറികടക്കാൻ ഉയർന്ന നിരക്കിൽ വൈദ്യുതി വാങ്ങേണ്ടി വരികയും പവർ കട്ട് അടിച്ചേൽപ്പിക്കേണ്ടി വരികയുമുണ്ടായി. മത്സരാധിഷ്ഠിതമാണ് രാജ്യത്തെ വൈദ്യുതി വിപണി. വിവിധ ഉൽപാദന കമ്പനികളിൽ നിന്ന് ദീർഘകാല ഹ്രസ്വകാല കരാറുകളിലൂടെയും എക്സ്ചേഞ്ചുകളിലൂടെയും ആവശ്യാനുസരണം വൈദ്യുതി ലഭ്യമാക്കാനുള്ള അവസരങ്ങൾ നിലവിലുണ്ട്. ആവശ്യകതയും വിപണിയിലെ സാഹചര്യങ്ങളും കൃത്യമായി വിലയിരുത്തി മുൻകൂട്ടി കരാറുകൾ ഉറപ്പാക്കിയാൽ താരതമ്യേന കുറഞ്ഞ നിരക്കിൽ വൈദ്യുതി ലഭ്യമാക്കാനാകും. കൃത്യമായ ആസൂത്രണവും സമയോചിതമായ ഇടപെടലുമില്ലെങ്കിൽ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഉയർന്ന വിലക്ക് വൈദ്യുതി വാങ്ങേണ്ടി വരും. ഈ വസ്തുത മനസ്സിലാക്കി യഥാസമയം ഉണർന്നു പ്രവർത്തിക്കേണ്ടത് KSEBയുടെ ബാധ്യതയാണ്. മികച്ച വിപണി ബുദ്ധിയും ആവശ്യകതയെക്കുറിച്ച് മുൻകൂട്ടി വിലയിരുത്തലും കാര്യക്ഷമമായ മാനേജ്മെന്റും അനിവാര്യമാണ് വൈദ്യുതി ബോർഡിന്. അതിൻ്റെ അപര്യാപ്തതയാണ് പലപ്പോഴും പവർ കട്ട് പോലുള്ള നടപടിയിലേക്ക് നീങ്ങാൻ ഇടവരുത്തുന്നത്. ഊർജാവശ്യത്തിന് കേരളം പ്രധാനമായും ജലവൈദ്യുതിയെയാണ് ആശ്രയിക്കുന്നത്. കാലാവസ്ഥാ വ്യതിയാനം സ്ഥിരം പ്രതിഭാസമായി മാറുകയും വൈദ്യുതി ആവശ്യകത അടിക്കടി വർദ്ധിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഇതൊരു സുരക്ഷിതമായ സമീപനമല്ലാതായിട്ടുണ്ട്. സൗരോർജം, കാറ്റാടി വൈദ്യുതി, പഡ്ജ് സ്റ്റോറേജ് തുടങ്ങിയ ഇതര മാർഗങ്ങളെ കൂടുതലായി ആശ്രയിക്കേണ്ടതുണ്ട് സംസ്ഥാനം. സൗരോർജത്തിന് കേരളത്തിൽ നല്ല സാധ്യതയുണ്ട്. സർക്കാർ കെട്ടിടങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ആശുപത്രികൾ, വ്യവസായ സ്ഥാപനങ്ങൾ, വീടുകൾ തുടങ്ങിയ കെട്ടിടങ്ങളുടെ മേൽക്കൂരകളിൽ സൗരോർജ പദ്ധതികൾ വ്യാപകമാക്കിയാൽ വൈദ്യുതി ആവശ്യകതയുടെ വലിയൊരു പങ്ക് പ്രാദേശികമായി നിർവഹിക്കാനാകും. ഒരു പരിസ്ഥിതി സൗഹൃദ മാർഗം കൂടിയാണ് സൗരോർജം. ആവശ്യത്തിന് വൈദ്യുതി ഇല്ലാത്തത് മാത്രമല്ല സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധിക്ക് കാരണം. വൈദ്യുതിയെ ഉപഭോക്താവിലേക്ക് എത്തിക്കുന്ന വിതരണ ശൃംഖലയിലെ അപര്യാപ്തത കൂടിയുണ്ട്. പവർ ഹൗസുകളിൽ നിന്നോ സബ് സ്റ്റേഷനുകളിൽ നിന്നോ വൈദ്യുതി ലൈനുകളിലൂടെ സഞ്ചരിച്ച് വീടുകളിലോ സ്ഥാപനങ്ങളിലോ എത്തുമ്പോഴേക്ക് വലിയൊരു പങ്ക് വഴിയിൽ നഷ്ടപ്പെടുന്നുണ്ട്. ലൈനുകളുടെ കാലപ്പഴക്കം, ട്രാൻസ്ഫോർമറുകളുടെ ശേഷിക്കുറവ് തുടങ്ങിയവയാണ് കാരണം. പുറത്തുനിന്ന് എത്ര വലിയ വില കൊടുത്ത് വൈദ്യുതി വാങ്ങിയാലും അത് ഉപഭോക്താവിലേക്ക് എത്തിക്കാനുള്ള വിതരണ ശൃംഖല ശക്തവും കാര്യക്ഷമവുമല്ലെങ്കിൽ പ്രതിസന്ധി തുടർന്നുകൊണ്ടേയിരിക്കും. ഇത് പരിഹരിക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കേണ്ടതുണ്ട്. വൈദ്യുതി പ്രതിസന്ധിയും പവർ കട്ടും KSEBയുടെ ആഭ്യന്തര പ്രശ്നമോ ഒരു സാങ്കേതിക വിഷയമോ അല്ല. സംസ്ഥാനത്തിന്റെ വികസനത്തെ പ്രതികൂലമായി ബാധിക്കുന്ന ഗുരുതര പ്രശ്നമാണ്. വ്യവസായ വികസനത്തിനും വിനോദ സഞ്ചാര മേഖലയ്ക്കും IT മേഖലയ്ക്കും തടസ്സമില്ലാത്ത വൈദ്യുതി ലഭ്യത വേണം. ഇടയ്ക്കിടെയുള്ള മുടക്കവും നിയന്ത്രണങ്ങളും നിക്ഷേപകരുടെ ആത്മവിശ്വാസത്തെ ബാധിക്കും. പുതിയ വ്യവസായ നിക്ഷേപകരെ കേരളത്തിലേക്ക് ആകർഷിക്കാൻ സർക്കാർ വലിയ തോതിൽ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ നിക്ഷേപകർ ഒരു സംസ്ഥാനം തിരഞ്ഞെടുക്കുമ്പോൾ പരിഗണിക്കുന്ന പ്രാഥമികമായ സൗകര്യങ്ങളിലൊന്നാണ് വൈദ്യുതിയുടെ തടസ്സമില്ലാത്ത ലഭ്യത.
KSEB അനാസ്ഥയും പിടിപ്പുകേടും അവസാനിപ്പിച്ച് വൈദ്യുതി ലഭ്യതയും വിതരണവും ഉറപ്പുവരുത്തണം. മഴ പെയ്യുന്നില്ല, ഡാമുകളിൽ വെള്ളമില്ല തുടങ്ങിയ സ്ഥിരം പല്ലവികൾ പരിഹാരമല്ല.